എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ കോത്തഗിരി വ്യൂ പോയിന്റിലാണ്. ഒരു 18-20 വർഷം മുമ്പ് തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാരണം നമ്മളുടെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് അടിഭാഗത്തുള്ള ഇതിൽ ഒരുപാട് കാണാനുള്ള സംഗതികളുണ്ട്. നമ്മൾ നേരെ താഴെയാണ്, ഈ ഭവാനിയാണ് ഇതിൻ്റെ ഉത്ഭവിക്കുന്നത്. അത് നമ്മൾ സൈലൻറ്റ് വാലിയിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ് ഭവാനി. അത് തമിഴ്നാട്ടിലെ കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിൻ്റാണ്. ഞാൻ കോടനാടിനോടടുത്താണത് കാണുന്നത്. പിന്നെ നല്ല സൈറ്റാണ് ഇവിടുന്ന് നോക്കിയാൽ. ഈ ചുരം അങ്ങോട്ട് കയറി വരുമ്പോൾ, മേട്ടുപ്പാളത്തിൽ നിന്ന് ചുരം കയറി വരുമ്പോൾ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. പഴയകാലത്തൊക്കെ അതിൽ കാട്ടിലൂടെയൊക്കെയാണ് പോയിട്ട് കണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. മിക്കവാറും നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ പരിഷ്കരണം കാരണം ഈ വെള്ളത്തെ വലിച്ചെടുക്കുന്ന മരങ്ങൾ വെച്ചതിന് ശേഷം ഇങ്ങനത്തെ വാട്ടർഫാൾസുകളൊക്കെ ഇപ്പോൾ അധികം അപ്രത്യക്ഷമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ജീവിതത്തിൽ പ്രാവശ്യം വന്ന് കാണേണ്ടതാണ്. ഇവിടെ നമ്മളെ ജലലളിതയുടെ മറ്റേ വിഷയമുള്ള സംഗതിയൊക്കെ ഇവിടെയാണ്. അവരുടെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇവിടെയാണ്. പൊതുവെ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കോടനാട് വ്യൂ പോയിൻ്റ്. ഇത് ഞങ്ങൾ ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാനിതാ ഇങ്ങനെ ഇപ്പോൾ ഈ ലോങ് കാണുന്നില്ലേ, ആ കൂർപ്പ് വരെ ഞാനിതിൽ പോയിട്ടുണ്ട്. അന്ന് ഇത്ര ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ നിൽക്കണ ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം ഏപ്രിൽ മെയ് മാസം, ഈ മെയ് മാസത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ മാസത്തിലൊക്കെ ഏറ്റവും ചൂട് കൂടിയ സമയമാണ്. അപ്പോൾ അധികം ഉണങ്ങിയിട്ടാണ് കാണുന്നത്. അടിയിൽ കാണാനുണ്ടാവും നിങ്ങൾക്ക് ലോങ്ങിൽ നോക്കിയാൽ ഒരു പച്ച ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടോ. ആ ലൈന് പോകുന്നത് ഭവാനിയാണ്. ഭവാനി എങ്ങനെ നമ്മളെ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ്. ഭവാനി സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മളുടെ തമിഴ്നാടിൻ്റെ ഒരുപാട് ഏരിയയിലൂടെ കവർ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഈ ഭവാനിനെ കുറിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്, നന്നായിട്ട് കൃഷി ചെയ്യാൻ തമിഴ്നാട്ടിലെ ആളുകൾ തയ്യാറാണ്. പക്ഷേ നമ്മളെ മലയാളികൾ അതിന് തയ്യാറില്ല എന്നുള്ളതാണ്. ഇവരെക്കുറിച്ച് എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പഠനം നേപ്പാൾ മുതൽ ടു കന്യാകുമാരി വരെ ആയിരുന്നു. ആ പഠനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കൃഷിയിൽ, ഇപ്പോൾ ഊട്ടി ആയിക്കോട്ടെ, കണ്ടമാന സ്ഥലമൊന്നും വിലക്ക് വാങ്ങി വലിയ മണിമാളികൾ വെക്കുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടി ഉണ്ടാക്കിയതാണ് അവരങ്ങനെ. അടിഭാഗത്ത് കാണുന്നത് എന്താ, അങ്ങനെ ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ കാട്ടിൽ കൂടെ ഓടിയിട്ടാണ് ഇതിലോട്ട് വരേണ്ടത്. കണ്ടമാനം ആന ഭയങ്കരമാണ് ഇവിടെ. കണ്ടമാനം ആനകളുണ്ട്. അപ്പോൾ ഇതിൽ പഴയ കാലത്ത് ഞാനിങ്ങോട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടേക്ക് അലൗഡ് ആണോ എന്നറിയില്ല. ഒരു ചെറിയ ഗ്രാമമാണ് ദൂരെ കാണുന്നത്. പിന്നെ ഈ ഹിൽസുകൾ കണ്ടില്ലേ, ഹിൽസുകളുടെ അതിലെ തന്നെ ആ ഭവാനി പോകുന്നതുണ്ടോ, അങ്ങനെ ലോങ്ങിൽ കാണാം. ആ പച്ച കാണുന്നത് പുഴയുടെ വെള്ളം ഒഴുകുന്ന ഏരിയയാണ്. അതങ്ങനെ ഈ മലയുടെ താഴ്ചയുള്ള ഭാഗത്തിലൂടെയാണല്ലോ നദികളൊക്കെ ഉത്ഭവിച്ചിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയത് കാരണമാണ് ഇങ്ങനെ വല്ലാതെ കൃഷി കാണാത്തത്. പ്രൈവറ്റ് ഏരിയ വളരെ കുറവാണ്. പിന്നെ ഇതാ ഇങ്ങനെ കാണുന്നത് ഇവിടെ കുറച്ച് പ്രൈവറ്റ് ഏരിയ ആണെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. കൂടുതൽ പഠിക്കണം. ഔഷധ ഗ്രൂപ്പ് പറഞ്ഞ ഒരു പഠന ഗ്രൂപ്പാണ്. ഈ ഹിൽസുകൾ ഞാൻ കയറി വന്നതാണ്. ഇത് പഴയ കാലത്ത്. ഇപ്പോൾ ആരോഗ്യം ഏജ് പേടിയാണിപ്പോൾ. എന്നാലും ഒരു കൈ നോക്കാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ ഹിൽസിലൊക്കെ ഞാൻ എത്തിപ്പെട്ടൊരു ഹിൽസാണെന്നുള്ളതാണ്. അന്ന് അതേപോലെ ഞങ്ങളെ പ്രാന്തന്മാരെന്ന് പറയുന്ന ചിലർ, കാരണം അങ്ങനെ ഞങ്ങൾ ടീമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഉയരമുള്ള ഭാഗങ്ങൾ കീഴടക്കാൻ കാണുക, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നൊരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ ഒരു താല്പര്യം ഓരോ മനുഷ്യൻ്റെയും ജീനുകളിൽ അടങ്ങിയിട്ടുണ്ടാവും. ചിലർക്ക് പ്രകൃതി തീരെ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടമുള്ളത് എന്താവും, ടൗണുകളാവും. അപ്പോൾ മനുഷ്യന് ഓരോരുത്തർക്കും ഓരോ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ചാണ് പഠിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ തന്നെ ചിലർക്ക് ഹിസ്റ്ററിയിൽ നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ കുട്ടികളെ എന്ത് ചെയ്യില്ല, ആ വഴിക്ക് അതിലിത്ര മാർക്ക് കിട്ടണം എന്ന് പറയില്ലേ. ഞാനീ പറയുന്നതിൽ വളരെ പ്രസക്തമാണ്.
അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഇതേക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ ചിലർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആ സബ്ജക്റ്റ് അവർക്ക് പഠിക്കാനുള്ളൊരിതുണ്ടാവില്ല. ഇങ്ങനെ പ്രകൃതി പഠിക്കാനുള്ളൊരു കഴിവുള്ള ആളുകളുണ്ടാവും, പക്ഷെ ആ സബ്ജക്റ്റിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് വേണം, നമുക്ക് എല്ലാത്തിലും ഇത്ര ശതമാനം മാർക്ക് എല്ലാത്തിലും കിട്ടണം എന്ന് പറയും. അത് നമ്മളെ വിദ്യാഭ്യാസത്തിൽ എന്താണ്, നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്നവരെ താഴ്ത്താനേ കഴിയുള്ളൂ. മനുഷ്യനെ പല വാസനയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ്, ഇപ്പോൾ കമ്പ്യൂട്ടറാണെന്ന് വെച്ചാൽ ആ താല്പര്യമുള്ള സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ കുട്ടികളെ വിടേണ്ടത്. ഇപ്പോൾ ഇങ്ങനത്തെ പ്രകൃതി പഠനമാണെന്ന് വെച്ചാൽ ആ പഠനത്തിലൂടെയാണ് നമ്മൾ കുട്ടികളെ വിടേണ്ടത്. അല്ലാതെ രക്ഷിതാവിന് ഡോക്ടറാക്കണം, അല്ലെങ്കിൽ അമ്മക്ക് ഡോക്ടർ മറ്റയാൾക്ക് എഞ്ചിനീയർ, ഇങ്ങനെയൊക്കെ ആക്കേണ്ട രൂപത്തിലുള്ള മത്സരത്തിലൂടെ നമ്മളെ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ഇഷ്ടപ്പെട്ട മേഖലയിലൂടെ അവരെ ജോലി ചെയ്യാനും എന്താണ് അവർക്ക്, എന്നാലും നമുക്കൊരു ലോകത്തിലൊരു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നൊക്കെ ഏതെങ്കിലും ഗൾഫിലൊക്കെ ഒരാൾ വന്ന് എന്ത് പണി അറിയുമെന്ന് വെച്ചാൽ ഒരു പണി അറിയില്ല. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ വെച്ചാൽ അതും അറിയില്ല. എന്നാൽ വേറെന്താ ടെക്നിക്കലായിട്ട് എനിക്ക് എന്താ അറിയുക വെച്ചാൽ ഒന്നും അറിയില്ല. കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന മിക്കവാറും ആളുകൾക്ക് ക്ലീനിങ് ആൻഡ് ഹെൽപ്പർ ഇതേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാത്തിനെ കുറിച്ചും പഠിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി. ഓക്കെ, താങ്ക് യു.